നവീകരണത്തിലൂടെ ശാക്തീകരണം എന്ന സീറോ മലബാർ സഭയുടെ പുതിയ അജപാലന പ്രബോധനം പുറത്തിറങ്ങി. സിനഡ് പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന് ആദ്യ കോപ്പി നൽകി മാർ റാഫേൽ തട്ടിൽ അജപാലന പ്രബോധനം പ്രകാശനം ചെയ്തു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ പ്രഥമ അജപാലന പ്രബോധനമാണിത്. അജപാലന പ്രബോധനത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ സമയോചിതമായി നടപ്പാക്കാൻ അഭിവന്ദ്യ പിതാക്കന്മാരും സമർപ്പിത സമൂഹങ്ങളുടെ അധികാരികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും വൈദികരും സമർപ്പിതരും വിശ്വാസികളും അവരോട് പൂർണ്ണമായും സഹകരിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിൽ പാലായിൽ നടന്ന 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിലെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അജപാലന പ്രബോധനം പുറത്തിറക്കിയത്. അജപാലന പ്രബോധനത്തിന്റെ രൂപീകരണത്തിന് സഹായിച്ചവർക്കും കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂക്കാടൻ, സെക്രട്ടറി ഫാദർ ജോജി കല്ലിങ്ങൽ എന്നിവർക്കും മേജർ ആർച്ച് ബിഷപ്പ് നന്ദി അറിയിച്ചു. സഭാ വിശ്വാസ പരിശീലന കമ്മീഷൻ തയ്യാറാക്കിയ നിക്കിയ വിശ്വാസ പ്രമാണം ഒരു സമഗ്ര പഠനം എന്ന മലയാള പുസ്തകവും ക്വയറീസ് ഇൻ പാത്വേസ് ഓഫ് ഫെയ്ത്ത് എന്ന ഇംഗ്ലീഷ് പുസ്തകവും സിനഡ് പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്തു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തത്. കല്യാൺ രൂപതാധ്യക്ഷൻ മാർ തോമസ് ഇലവനാലും ബെൽത്തങ്ങാടി രൂപതാധ്യക്ഷൻ മാർ ലോറൻസ് മുക്കുഴിയും ആദ്യ കോപ്പികൾ ഏറ്റുവാങ്ങി. 2024 ജൂലൈയിൽ വിശ്വാസ പരിശീലകർക്കായി നിക്കിയ വിശ്വാസ പ്രമാണത്തെ ആസ്പദമാക്കി നടന്ന വെബിനാറിലെ പ്രബന്ധങ്ങളുടെ സമാഹാരമാണ് നിക്കിയ വിശ്വാസ പ്രമാണം ഒരു സമഗ്ര പഠനം എന്ന പുസ്തകം. സഭയുടെ വിശ്വാസ പ്രമാണം ആഴത്തിൽ മനസ്സിലാക്കാനും ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കാനും കാര്യക്ഷമമായി പകർന്നുകൊടുക്കാനും സഭാവിശ്വാസികൾക്കും പ്രത്യേകിച്ച് വിശ്വാസ പരിശീലകർക്കും ഏറെ സഹായകമാകുന്ന ഗ്രന്ഥമാണിത്. ആധുനിക കാലഘട്ടത്തിൽ വിശ്വാസികളിൽ രൂപപ്പെടുന്ന സംശയങ്ങളും ചോദ്യങ്ങളും ഉദ്ധരിച്ച് തയ്യാറാക്കിയ വിശ്വാസ വഴിയിലെ സംശയങ്ങൾ എന്ന മലയാള പുസ്തകത്തിന്റെ പരിഷ്കരിച്ച ഇംഗ്ലീഷ് പരിഭാഷയാണ് ക്വയറീസ് ഇൻ പാത്വേസ് ഓഫ് ഫെയ്ത്ത് എന്ന ഇംഗ്ലീഷ് പുസ്തകം. കത്തോലിക്ക വിശ്വാസം സംബന്ധിച്ച സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഈ പുസ്തകം ഉത്തരം നൽകും.